യം ഭാവം ദർശയേദ്യസ്യ തം ഭാവം സതു പശ്യതി തം ചാവതി സ ഭൂത്വാസൗ തദ്ഗ്രഹ സമുപൈതിതം. മാണ്ഡൂക്യ ഉപനിഷത്ത്, ഉപനിഷത്തല്ല കാരികയാണ്. മോക്ഷപ്രാപ്തിക്കായി നിഷ്ഠാപൂർവം ശ്രദ്ധയോടെ ചെകുത്താനെ ഉപാസിച്ചാൽ ഫലപ്രാപ്തി സാധ്യമാണെന്നാണോ? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. ചോദ്യം ഇതാണ്. അതിന് ചോദ്യത്തിന് ആസ്പദമായുള്ളത് കാരികാവാക്യമാണ്. കാരികാവാക്യം യാതൊരു ഭാവത്തെയാണോ എടുത്ത് കാണിക്കപ്പെടുന്നത് സാധകന് മുമ്പാകെ, ഇതിനെ നീ ലക്ഷ്യമാക്കിക്കോളൂ എന്ന വിധം ആ ഭാവത്തെ ആ സാധകൻ കാണുന്നു. ശരിയാണ്. ഒരാൾ ഒരു ശിവോപാസകനാണ്. അയാൾ ഗുരുനാഥൻ ശിഷ്യന് ശിവനെ ധ്യാനിക്കാൻ പഠിപ്പിക്കുന്നു. എങ്ങനെ വേണം ശിവനെ ധ്യാനിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോളൂ, കർപ്പൂര ഗൗരം ആയിട്ട് ധ്യാനിച്ചോളൂ, 3 കണ്ണുകളോടൊത്ത് ധ്യാനിച്ചോളൂ, ത്രിനേത്രനായിട്ട് നല്ല വെള്ളിമല പോലെ പ്രശോഭിക്കുന്ന ഭാവം അവിടെ ധ്യാനിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശിഷ്യൻ ആ ഭാവത്തിൽ മനസ്സുറപ്പിച്ചു. വേറൊരാൾ കൃഷ്ണനെയാണ് ഉപാസിക്കാൻ പറഞ്ഞത്. നേരെ വിപരീത. മറ്റത് നല്ല വെളുവിള വെളുപ്പനാണെങ്കിൽ ഇവൻ കറുകറ കറുപ്പനാ. അപ്പോൾ നല്ല കറുത്ത ദേഹത്തോടു കൂടി സുന്ദര രൂപത്തെ നീ ധ്യാനിച്ചോളൂ, ഓടക്കുഴലും പീലിയും മഞ്ഞപ്പട്ടും സുന്ദരമുഖവും അതിമനോഹരമായ തലമുടിയും ഒക്കെ ആയിട്ട് ഒരു രൂപം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവനത് കണ്ടു. ഇപ്പോൾ വേറെ ആൾ സുബ്രഹ്മണ്യനെ പറഞ്ഞു കൊടുത്തു, അതിമനോഹര രൂപത്തോടു കൂടിയ സുബ്രഹ്മണ്യൻ്റെ രൂപം, അത് കണ്ടു. അപ്പോൾ ഏതേത് ഭാവമാണോ സാധക മനസ്സിനെ ദർശിപ്പിക്കുന്നത് ആ ഭാവത്തെ അവൻ കാണുന്നു. തം ചാവതി ഭൂത്വാസൗ, ഏത് ഉപാസ്യഭാവത്തെ ഉപാസിക്കുന്നുവോ ആ ഭാവത്തെ സ്വയം പ്രാപിച്ച് തദ്ഗ്രഹ സമുപൈതി, അതിൻ്റെ ഗ്രഹത്തെ, അതായത് അതായി സ്വയം തീരുന്ന മാനസിക ഭാവത്തെ അയാൾ പ്രാപിക്കുന്നു. അത് അവനെ രക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് ഭാവം. അപ്പോഴാണ് ചോദ്യം, മോക്ഷപ്രാപ്തിക്കായി നിഷ്ഠാപൂർവം ശ്രദ്ധയോടെ ചെകുത്താനെ ഉപാസിച്ചാൽ ഫലപ്രാപ്തി സാധ്യമാണെന്നാണോ? ചെകുത്താനെ ഉപാസിക്കുന്നത് മോക്ഷപ്രാപ്തിക്ക് എന്ന് പറയുമ്പോൾ മുക്തസ്വരൂപനായിട്ട് ചെകുത്താനെ ഉപാസിച്ചാൽ, അനന്യമായ ശ്രദ്ധയോടുകൂടി ഉപാസിച്ചാൽ ഫലപ്രാപ്തി സാധ്യമാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചെകുത്താൻ നമ്മളെ വന്ന് ശരിയാക്കുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. കാരണം ഓരോരുത്തരെ ഉപാസിക്കുമ്പോൾ അവരെ സ്വഭാവം കാണിക്കുമല്ലോ, ഇല്ലേ? മനസ്സിലായില്ല? അപ്പം നമ്മൾ പല ജന്തുക്കളെ മെരുക്കിയെടുത്തിട്ട്, വന്യജന്തുക്കളെ മെരുക്കിയെടുത്തിട്ട് ഗൃഹ്യങ്ങളായിട്ട് വളർത്തിയെന്ന് വെച്ചോളൂ. ഇപ്പോൾ വന്യത്തെ ഗൃഹ്യമായിട്ട് നമ്മൾ വളർത്തിയെന്ന് വിചാരിച്ചോളൂ. ഉദാഹരണം, പൂച്ച, പട്ടി. അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സിംഹം, കടുവയൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലില്ല, പല ലോകത്ത് പല ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ സിംഹത്തെ വളർത്തുന്ന, കടുവയെ വളർത്തുന്ന ആൾക്കാരുണ്ട്, നിരോധിക്കപ്പെടാത്ത രാജ്യങ്ങളിലൊക്കെ. അപ്പം നമ്മൾ ഗൃഹ്യമായിട്ട് അതിനെ വളർത്തുന്നത്. പക്ഷെ സത്യത്തിൽ എന്താണ്? വന്യമാണ്. എപ്പോഴാത് അതിൻ്റെ വന്യഭാവം കാണിക്കുക എന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് ആർക്കും പറയാൻ വയ്യ. പണ്ട് ഒരു കഥ ഒരു മുതിർന്ന സാധു മഹാത്മാവ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അദ്ദേഹം 1-2 കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലൊരു കഥ ഇതാണ്. 2 സാധുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ ഒന്നിച്ച് പരിവ്രജനമൊക്കെ ചെയ്തു, വലിയ കൂട്ടുകാരായി. സന്ദർഭവശാൽ അവർ വേർപിരിഞ്ഞു. 2 പേരും പിന്നീട് സന്യാസ ദീക്ഷയൊക്കെ സ്വീകരിച്ചു. കാലം കുറേ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഒന്നാമൻ രണ്ടാമനെ കാണാൻ പോയി. അപ്പോൾ രണ്ടാമൻ്റെ അടുത്ത് ചെന്നപ്പോൾ വിലക്ഷണമായൊരു കാഴ്ചയാണ് കണ്ടത്. കാരണം രണ്ടാമൻ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു പൂച്ച നിൽക്കുന്നുണ്ട്. ആ പൂച്ചയുടെ
മുകളിലാണ്, അതായത് മുൻ കൈയിൻ്റെ ഭാഗത്താണ് വിളക്ക് വെച്ചിട്ടുള്ളത്, മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ടുള്ളത്. അപ്പം ഇയാൾ ഭക്ഷണം കഴിക്കുക, പൂച്ച അങ്ങനെ വിളക്കുമായിട്ട് നിൽക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരല്പം ഇളകാതെ. എന്തൊരഭ്യാസ പാഠവം ഇയാൾക്കാണെന്ന് വെച്ചാൽ അതിൽ അഭിമാനവും. എൻ്റെ പൂച്ച എത്ര അഭ്യാസ പാഠമുണ്ട്, അനങ്ങില്ല, ഞാൻ ഭക്ഷണം കഴിക്കണ തീരുന്നവരെ അനങ്ങി. ഈ സമയത്ത് ആ ഒന്നാമൻ രണ്ടാമനെ കാണാൻ ചെന്നത്. ഒന്നാമൻ അത്ഭുതപ്പെട്ടു പോയി, ഇതെന്തൊരു കാഴ്ചയത്. അതാണ് എൻ്റെ പൂച്ചയുടെ കേമത്വം. എന്നും ഇങ്ങനെയാണോ? എന്നും ഇങ്ങനെയാണ്. ശരി ശരി, ഞാൻ പോട്ടെ. എന്തായാലും ഇത്രയും കാലം കഴിഞ്ഞ് നമ്മൾ കാണുകയല്ലേ, നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാനുണ്ട്. ഇന്നിപ്പോൾ സമയമില്ല, നാളെ ആവാം. എന്തായാലും നിങ്ങൾ ഭക്ഷണം കഴിക്കുകയല്ലേ, ശരി നാളെ വന്നോളൂ. പിറ്റേന്ന് ഇതേ സമയത്താണ് ഒന്നാമൻ ചെന്നത്. കയ്യിലൊരു പൊതിയുണ്ട്, പൂച്ച ഉണ്ട്, പൂച്ചയുടെ പുറത്ത് വിളക്കുണ്ട്, ഇയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പൊതി അങ്ങോട്ട് തുറക്കലും എലി അങ്ങോട്ട് ഓടി. എലി അങ്ങോട്ട് ഓടിയപ്പോഴോ ബാക്കി കഥ പറയണ്ടല്ലോ. മണ്ണെണ്ണയില്ല, വിളക്കുമില്ല, പൂച്ചയില്ല, പൂർണ്ണ അന്ധകാരം. വന്യം എന്തായാലും വന്യം തന്നെയാണ്. അതിനെ നമ്മൾ എത്ര മെരുക്കിന്ന് അഭിമാനിച്ചാലും അത് വന്യം വന്യം തന്നെയാണ്, ഒരു സംശയമില്ല. അത് ഓരോന്ന് കിട്ടുമ്പോഴേ പഠിക്കുള്ളൂ. 7 തലമുറ ഗ്രാമ്യമായി വളർത്തിയ ജന്തുവിൻ്റെ സന്താന പരമ്പരയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ. 7 തലമുറ ഗ്രാമ്യമായി വളർത്തപ്പെട്ട ഒരു ജന്തുവിശേഷം, അത് പട്ടിയോ പൂച്ചയോ ആയിക്കോട്ടെ, അത് ഗ്രാമ്യം തന്നെയാണ്, അത് വന്യമല്ല. അല്ലാത്ത കാലത്തോളം അതിൽ വന്യഭാവം ഉണ്ടാവും, ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പ്. അപ്പോ ഈ ചെകുത്താൻ തക്കം കിട്ടിയാൽ നമ്മളെ പ്രശ്നമാക്കി വരും. ഏതായാലും ഇവിടെ ചോദിച്ചത് ചെകുത്താനൊന്നും ഇല്ല അടുത്ത്. ചെകുത്താനെ മനസ്സ് സങ്കല്പിച്ചിട്ട് മുക്തിക്കായിക്കൊണ്ട് ഉപാസിക്കുകയാണ്. ശ്രദ്ധ ഉണ്ട്, നിഷ്ഠ ഉണ്ടെങ്കിൽ ഉറപ്പാണ് അയാൾ മുക്തിപഥത്തിലേക്ക് ഉയരും. ചെകുത്താനെ മാത്രമല്ല, വിദ്യാരണ്യ സ്വാമികൾ പറയുന്നുണ്ട്, കോടാലി, മൺവെട്ടി, വെട്ടുകത്തി തുടങ്ങിയവ. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ഗ്രാമ്യ ഭാഷയിലേക്ക് കൊണ്ടുവന്നാൽ അരിവാള്, ചുറ്റിക, കൈപ്പത്തി, താമര, ഇതൊക്കെ തന്നെ ശ്രദ്ധയോടുകൂടി ഉപാസിച്ചാൽ മോക്ഷദായകമാണ്. പൂജിത ഫലദായിന. അപ്പം അങ്ങനെയുള്ള ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം, റോഡ് സൈഡിലൊക്കെ കണ്ടില്ല. അരിവാൾ, ചുറ്റിക, അതിൽ നക്ഷത്രം പൊതുവെ കാണലില്ല. അല്ലെങ്കിൽ കൈപ്പത്തി. ഇപ്പോൾ കൈപ്പത്തിൻ്റെ രേഖ നോക്കിയാൽ ഏകദേശം മനസ്സിലാവും ആയുർരേഖ ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അതുപോലെ താമരയൊക്കെ കാണാം. അവിടെ പ്രത്യേകിച്ച് തന്ത്രിയുടെയും പൂജകന്മാരുടെയും ഒക്കെ കാണുന്നത് മിക്കവാറും ഈ അരിവാൾ ചുറ്റികയിലാണ്. മറ്റേ രണ്ടും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. മറ്റത് കണ്ടിട്ടുണ്ട്. വർഷത്തിലൊരു ദിവസം വരിക, കുറച്ച് മുദ്രാവാക്യങ്ങൾ വിളിക്കുക, കുറച്ച് പുഷ്പം അർച്ചിക്കുക, പൂജയൊക്കെ ഉണ്ടേ. അർച്ചന, പൂജ എല്ലാം ഉണ്ട്. ഒരാൾ വിളിച്ചു കൊടുക്കുക, മറ്റൊരാൾ വിളിക്കുക, ഒക്കെ ഫലദായികളാണ്. തീർച്ചയായിട്ടും പൂജിത ഫലദായിനഃ, പൂജിക്കപ്പെട്ടാൽ ഫലദായികളാണ്, സംശയമില്ല, ഒരു സംശയമില്ല. അതുകൊണ്ട് നല്ലോണം ഉപാസിച്ചോളൂ എന്നേ പറയാനുള്ളൂ.